നമസ്കാരം. യമുനാനദിയിൽ ആ ഗോപിമാരൊക്കെ ഇറങ്ങി ആടിത്തിമിർത്ത് കളിച്ച് രസിച്ച് അങ്ങനെ ആറാടുകയാണ്. വെട്ടമുദിക്കാറായി. ജനങ്ങളൊക്കെ വരുന്നതിന് മുമ്പായി ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ആടകളൊന്നുമേ കാണുവാനില്ല. ഇവിടെ പോയി ഞങ്ങളുടെ ആടകൾ? ഞങ്ങളിവിടെ വെച്ചിട്ട് പോയതാണല്ലോ കുളിക്കുവാനായി. ഇതൊന്നും കാണാനില്ലെന്ന് സന്ദേഹപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അങ്ങ് അകലെ നിന്നും ഒരു വേണുനാദം കേൾക്കാൻ തുടങ്ങി. നമസ്കാരം തെക്കൻ തോട്ട്സ്. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെയൊരു ലീല ചെയ്തത്? ഇന്നായിരുന്നുവെങ്കിൽ വലിയ പ്രശ്നമാണ്. കന്യാകുമാരുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആവശ്യവും വലിയ തെറ്റ് തന്നെയായിരിക്കാം ഇന്നത്തെ കാലത്ത്. എന്തിന് ഭഗവാൻ അങ്ങനെയൊരു ലീല ചെയ്തു? മാർഗശീർഷാരംഭമായിരുന്നു ആ കാലം, അതായത് വൃശ്ചിക മാസാരംഭം. കാത്യായനി പൂജ കെങ്കേമമായി നടത്തുന്ന സമയം. അനുയോജ്യനായ ഇഷ്ടപ്പെട്ട വരനെ ലഭിക്കുവാൻ വേണ്ടി കന്യകമാർ കാത്യായനി പൂജ ചെയ്യും. അവരെല്ലാവരും, ഗോപിമാരെല്ലാവരും അതിരാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന മുമ്പായി യമുനാനദിയിലെത്തി തങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ച് അവർ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവിടെ ക്രീഡകളും കളിയും ചിരിയും ഒക്കെയായി അങ്ങനെ സ്നാനം നിർവഹിച്ചിട്ട് ശേഷം ജനങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പായി കയറി അവർ പൂജ ചെയ്യുന്ന ആ ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. ആ പതിവ് തെറ്റിക്കാതെ അന്ന് അവരെത്തി ഈ പറഞ്ഞതുപോലെ സ്നാനമൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ആടകളൊന്നും കാണാനില്ല, വസ്ത്രങ്ങളൊന്നുമേ കാണാനില്ല. നോക്കിയപ്പോൾ ആ കള്ളക്കണ്ണൻ ഇതെല്ലാം കൊണ്ടുവന്ന് ആലിൻ്റെ തുഞ്ചത്ത് കൊണ്ടുവന്ന് കെട്ടി തൂക്കിയിട്ട് ആളിങ്ങനെ വേണമൊക്കെ ഊതിക്കൊണ്ട് ഇങ്ങനെ രസിച്ച് നിൽക്കുകയാണ്. ഗോപിമാർ പരിഭവപ്പെട്ടു. കണ്ണ എന്ത് തോന്നിയാസായി കാണിച്ചിരിക്കുന്നത്, എന്ത് കുസൃതിയായി കാണിച്ചിരിക്കണേ. നീ ആ ആളുകളൊക്കെ ഇങ്ങനെ എറിഞ്ഞതാ, നാട്ടുകാരൊക്കെ ആളുകളൊക്കെ വരും, ഞങ്ങൾ നാണം കെട്ട് പോകില്ലേ, മാനക്കേടാകില്ലേ, ഞങ്ങൾക്ക് ആ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ തരും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വസ്ത്രങ്ങളൊക്കെ തരാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ നദിയിൽ നിന്നും കരയ്ക്ക് കയറി എന്നെ തൊഴുത് എന്നോട് അപേക്ഷിച്ചാൽ ഞാൻ വസ്ത്രങ്ങൾ ഇട്ട് തരാം. അവർ പലതും പറഞ്ഞു നോക്കി, പക്ഷേ കണ്ണനൊട്ട് യാതൊരു ഉലുക്കവുമില്ല. അവസാനം അവർ കരയിലേക്ക് കയറി അവരുടെ ശരീരത്ത് നൂൽബന്ധമില്ലാതെ അവർ കണ്ണനെ കൈകൂപ്പി അപേക്ഷിച്ചു. കണ്ണൻ പ്രസാദിച്ച് അവർക്ക് അവരുടെ വസ്ത്രങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടു. ഇതേപോലെ കണ്ണൻ വസ്ത്രം കൊടുത്ത ഒരു സന്ദർഭം കൂടെയുണ്ട്, അറിയാമല്ലോ. ദ്രൗപദിയെ മഹാമല്ലന്മാരും വില്ലന്മാരുമായിട്ടുള്ള 5 ഭർത്താക്കന്മാരുടെ മുന്നിൽ വെച്ചിട്ട് ദുര്യോധനനും കൂട്ടരും ദുശാസനൻ്റെ നേതൃത്വത്തിൽ തൻ്റെ സഹോദരിയുടെ വസ്ത്രമഴിക്കുന്നത് കണ്ടിട്ട് ഭഗവാൻ അവൾക്ക് ആടകൾ പ്രദാനം ചെയ്യുകയുണ്ടായി. പക്ഷേ ഇവിടെ സന്ദർഭം വേറെയാണ്. ഭഗവാൻ അങ്ങോട്ട് പറയുകയാണ്, ഞാൻ വസ്ത്രം തരണമെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറി എന്നെ കൈകൂപ്പി തൊഴുത് എന്നോട് പ്രാർത്ഥിക്കണം വസ്ത്രം തരുവാൻ. അങ്ങനെ കാര്യങ്ങളൊക്കെ മംഗളമായി അവസാനിച്ചു. ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു, നിങ്ങൾക്കെല്ലാവർക്കും വരനായി ഞാൻ ഒരിക്കൽ എത്തും. അതങ്ങനെ സംഭവിക്കുകയും ചെയ്തുവല്ലോ. നോക്കൂ, എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെയൊരു കാര്യം ആവശ്യപ്പെട്ടത്? ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ശരീരത്തിലെ വസ്ത്രങ്ങൾക്കും ശരീരത്തിനും അപ്പുറം അഹംബോധം, ഞാൻ എന്ന ബോധമില്ലാതെ, ശരീരബോധമില്ലാതെ നിങ്ങൾ പരമാത്മാവിനെ അപേക്ഷിച്ചാൽ, കണ്ടാൽ, പ്രാർത്ഥിച്ചാൽ അവിടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും എന്നുള്ള പാഠമാണ് ഈ ഒരു ഭാഗവത കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മളൊക്കെയും ഉപാധികളോടുകൂടിയാണ് ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഈശ്വരനെ, ഭഗവാനെ, ആ പരാശക്തിയെ ചിലരൊക്കെ ATM കൗണ്ടറായിട്ടാണ് കാണുന്നത്. ഇത്രയും പ്രാർത്ഥിച്ചാൽ കുറേ പൈസ കിട്ടും. ചിലരൊക്കെ ഒരു ഗുണ്ടയായിട്ടാണ് കാണുന്നത്. നമ്മൾ എന്തൊക്കെയോ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ നമുക്ക് ശത്രുവായിട്ടുള്ള ആളിനെ നമുക്ക് ശിക്ഷ കൊടുക്കാം, നിഗ്രഹിക്കാം, അല്ലെങ്കിൽ ഒരു പണി കൊടുക്കാം. ചിലർ മാനേജറായിട്ടാണ് കാണുന്നത്, ചിലർ വേലക്കാരനായിട്ട് കാണുന്നത്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ കൊടുത്താൽ നമ്മുടെ വീട്ടിലെ ജോലികളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ സഹായിച്ചു തരുന്ന ഒരു കൂലിക്കാരനായും വേലക്കാരനായും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. മറിച്ച് അവനവനെ സ്നേഹിക്കുന്നത് പോലെ അതിനപ്പുറത്ത് ശരീരബോധമോ യാതൊരു ധനമോഹമോ മറ്റൊരു മോഹങ്ങളുമില്ലാതെ
പൂർണ്ണമായി ഭഗവാനിൽ സാക്ഷാത്കരിക്കുന്ന ഭക്തൻ ഭഗവാനായി തീരും. ഞാനും നീയും ഒന്നായി മാറും. ആ ഒരു ആത്മചൈതന്യത്തിൻ്റെ സാക്ഷാത്കാരമാണ്, ഒത്തൊരുമയാണ് ഈ കഥയിലൂടെ മനസ്സിലാകുന്നത്. ഈ ഭാഗവത കഥയിലൂടെ നമ്മൾക്ക് ഭാഗവതാചാര്യൻ പറഞ്ഞു തരുന്നത്. ശരീരബോധമില്ലാതെ നീ എന്നെ സ്നേഹിക്കൂ, നീ എന്നെ ആഗ്രഹിക്കൂ, ഞാൻ നിന്നിൽ തീർച്ചയായും പ്രസാദിക്കും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളാമായിരുന്നു. എന്നിട്ടൊന്ന് മണിയും മുഴക്കുക. നമസ്കാരം.